അങ്കിളെ. ആ താനോ? അച്ഛൻ കുറെ തവണ ഫോണിൽ ട്രൈ ചെയ്തെന്ന് പറഞ്ഞു. അങ്കിളിനെ കിട്ടിയില്ല. അതുകൊണ്ട് തിരക്കുള്ളതുകൊണ്ടല്ലേ ഫോൺ എടുക്കാത്ത? സൗകര്യമുള്ളപ്പോൾ ഞാൻ തിരിച്ചു വിളിക്കും. അതാണല്ലോ പതിവ്. കുറച്ചധികം കാശ് അച്ഛന് കൊടുക്കാനില്ലേ? അത് കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയാൻ അച്ഛൻ വിളിക്കുന്നത്. ഓഹോ, അപ്പൊ എന്നെ ന്യായം പഠിപ്പിക്കാൻ വന്നാ? ഞാൻ കാശ് കൊടുക്കാനുണ്ടെന്ന് തെളിവ് വല്ലതും ഉണ്ടോ? അങ്കിള്, ഞാനൊരു ആർഗ്യുമെന്റിന് വന്നതല്ല. അച്ഛൻ്റെ അന്നത്തെ ആക്സിഡന്റിന് ശേഷം വീട്ടിലെ കാര്യങ്ങൾ മൊത്തം കയ്യിൽ പോയ അവസ്ഥയിലാണ്. ഞാൻ പറയാതെ തന്നെ അങ്കിളിന് അറിയാലോ, 10-80 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോ കോടികളെക്കാൾ വലുതാ. പിടിപ്പില്ലാണ്ട കാശ് കൊണ്ട കളഞ്ഞിട്ട് ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? 5-6 വർഷം ഒരുമിച്ച് ബിസിനസ് ചെയ്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്ര മര്യാദയ്ക്ക് സംസാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞെന്ന് അച്ഛനോട് പറഞ്ഞാ മതി. ആ, വേണേലൊരു 5000-10,000 മേടിച്ചോ. പക്ഷേ അതൊരു സ്ഥിരം കലാപരിപാടി ആക്കല്ല്. കാലമാടനാന്ന് അറിയത്തില്ലയോ സാറേ? ആരെ പറ്റിക്കണമെന്ന് ആലോചിച്ചാ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ. ഞാൻ ഇന്ന് രാവിലെ അച്ഛനോട് ചോദിച്ചേ ഉള്ളൂ നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടോന്ന്. ഐ തിങ്ക് ഐ ഹാവ് എ പ്ലാൻ. അന്ന് ചോദിച്ചില്ലേ നമ്മൾ തമ്മിൽ എന്തെങ്കിലും കോമൺ ഫാക്ട്സ് ഉണ്ടോന്ന്? ഉണ്ട്. നമുക്ക് 2 പേർക്കും ആവശ്യം ക്യാഷാണ്. തൽക്കാലത്തേക്ക് നിർത്തിവെച്ച എൻ്റെ ഫുഡ് ട്രക്ക് ബിസിനസ് ഇല്ലേ, അത് പൊടിയൊട്ടി എടുത്താലോ? വിജയ് ഫുഡ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ വി ക്യാൻ റോൾ അപ്പ് ദിസ് ബിസിനസ്. വാട്ട് ഡു യു തിങ്ക്? അത് ശരിയാവില്ലടോ. ആ കല്യാണം ഏതാണ്ട് ഓക്കെ ആയി. അന്ന് അവിടെ നിന്ന് കാണാൻ പോയില്ലേ അവര്? പരസ്പരം ഇഷ്ടമായോ? ഫാമിലീസിന് ഓൾമോസ്റ്റ് ഓക്കെ. അതിനവരല്ലല്ലോ ഒരുമിച്ച് ജീവിക്കേണ്ടത്. ആ കുട്ടിയുടെ അച്ഛനും എന്തോ വലിയ ബിസിനസ്സാണ്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് അറിഞ്ഞിട്ടും അവര് പ്രൊസീഡ് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പെൺവീട്ടുകാരുടെ കാശ് നോക്കിയിട്ട് ഒരു കല്യാണം അല്ലേ? വെരി സാഡ്. എന്റെ വീട്ടിലെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ലെന്ന് എനിക്ക് ഇന്ന് കേട്ടെന്ന് മനസ്സിലാക്കാണല്ലോ. നാളെ വീണ്ടും കാണുന്നുണ്ട് അവരെ ലഞ്ചിന്. തനിക്ക് നല്ലൊരു ടാലന്റ് ഉണ്ട്, അതുപയോഗിച്ച് കാശുണ്ടാക്കിക്കൂടെ? അല്ലാതെ ഡൗറി വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നതൊക്കെ ഭയങ്കര ചീപ്പാ. എടോ, ചിലര് ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യും, ചിലർ ജോലിയിൽ ജീവിക്കും. മറ്റു ചിലരുണ്ട് ഒരു ജോലിയും ചെയ്യാത്തവർ, ഒന്നും ശരിയാവാത്തവർ. ഞാൻ ആ കാറ്റഗറിയാ. എൻ്റെ ചുറ്റും ഒന്നും ഓക്കെ അല്ല. മൊബൈൽ ഇതാ എൻ്റെ നമ്പർ. ഫുഡ് ട്രക്കിൻ്റെ കാര്യത്തിൽ തീരുമാനം മാറുകയാണെങ്കിൽ അറിയിക്കൂ. എടോ, ഉള്ളിൽ ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ചുറ്റുമുള്ളതൊന്നും ഓക്കെ ആയി തോന്നാത്തത്. ഹേയ് വിജയ്, നീ ഇവിടെയാണോ ഇപ്പോ? അത് ശരി. നീ ഒറ്റയ്ക്കേ ഉള്ളൂ? ഇല്ലടാ, ചെറിയൊരു മീറ്റിംഗ്. ആണോ? ശരി, നടക്കട്ടെ. എവിടെ ഉണ്ട്? ഹായ്. ഹായ്. കുറെ നേരം എത്തിട്ട്? ഒരു 10 minutes. ഓ സോറി. ഞാനൊന്ന് വാഷ്റൂം പോയിട്ട് വരട്ടെ. തിരുന്നൊരു ചക്കരക്കുടം കയ്യിലെത്തുമ്പോൾ സോറി. എടോ, സോറി സോറി. എടോ, കുറച്ചും കൂടെ ഒക്കെ ശ്രദ്ധിച്ചൂട്. സോറി വിജയ്. ഒരു മിനിറ്റ്. എന്റെ പേരെങ്ങനെ അറിയാം. ഈ റെഫറൻസ് ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യൂ. അപ്പോഴേക്കും ഞാനങ്ങെത്താം. ഓക്കെ സർ. തുടങ്ങുന്നില്ല.
സർ സർ ഓ സർ അങ്കിൾ ഉണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് മുകളിലുണ്ടായിരുന്നു. അതാ ഇവിടെ ഫിക്സ് ചെയ്തത്. ഓ എന്താ ഇവൾ തനിച്ചു വരുമെന്ന് വിചാരിച്ചോ? ആ അല്ല ഐ മീൻ നോ, എന്തായാലും അങ്കിള് കാണാൻ പറ്റിയല്ലോ. സോനെന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ഞാൻ വന്ന പോലെ ഫുൾ ടൈം ഫോണിലാണ്. ഇവൾക്ക് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. സോ ഷീ ഈസ് ഓൾവേസ് എൻഗേജ്ഡ് ഇൻ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്. എല്ലാം അതിൻ്റെ എക്സ്ട്രീമാണ് ഇവൾക്ക്. 100% എല്ലാം തികഞ്ഞ ആരാ ഉള്ളത് വിജയ്? ആ യെസ് സർ, വെരി ട്രൂ. സോ ഐ എം എ ലിറ്റിൽ കോൺഷ്യസ് അബൌട്ട് ഫിക്സിങ് എ പാർട്ട്ണർ ഫോർ ഹെർ. എനിക്ക് ആഗ്രഹം എൻ്റെ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മരുമകനെയാണ്. ഒരുപാട് പ്രൊപ്പോസൽസ് വന്നവൾക്ക് ബിസിനസ്സിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഫാമിലീസിൽ നിന്ന്. ബട്ട് എനിക്കങ്ങനെ വേണ്ട. ഐ തിങ്ക് യു ഗോട്ട് മീ. ഒരു ടിപ്പിക്കൽ മലയാളിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതൊക്കെ അടിയോടെ വാരിക്കൊണ്ട് പോകും എന്ന് പേടിച്ചിട്ടാണെന്ന് കൂട്ടിക്കോളൂ. സോ ടെൽ മീ, ഹൗ ക്യാൻ യു സപ്പോർട്ട് മീ ഇൻ മൈ ബിസിനസ്? അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്ത് മുൻപരിചയമാണ് വിജയിക്കുള്ളത്? സോ ബിസിനസ്, ഞാനൊരു ഫ്രണ്ട് കൂടെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഫുഡ് ട്രക്ക്, റെസ്റ്റോറൻറ്റ് ഓൺ വീൽസ് വിത്ത് ഗുഡ് ഫുഡ് ആൻഡ് ഗുഡ് മ്യൂസിക്. വാട്ട് ഇസ് USP? USP dine with music. So good food, good music. Good idea. Yeah. What do you say? Please don't involve me in this, Dad. So what's the turnover like every month? ലാഭമല്ല. ടേൺ ഓവേഴ്സ് നമ്മളിപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഓ, സ്റ്റാർട്ട് ആയിട്ടില്ല. ഇല്ല സർ, വി ലൈക്ക് ജസ്റ്റ് അബൌട്ട് ടു സ്റ്റാർട്ട്. എല്ലാം റെഡി വരുന്നു. ഓക്കെ, സ്റ്റാർട്ട് ആവട്ടെ. ഐ വിൽ വാച്ച് ദ ഗ്രോത്ത് ആൻഡ് അക്കോർഡിംഗ്ലി നമുക്ക് വെഡിങ് പ്ലാൻ ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ കഴിക്കാം. ഐ എം റിയലി സ്റ്റാർവിംഗ്. യു വാണ്ട് ടു സ്റ്റാർട്ട് വിത്ത് ദ സൂപ്പ്? അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല. മകളെ കെട്ടാൻ പോകുന്നത് കൊള്ളാവുന്ന ഒരുത്തനാവണമെന്ന് ഏതൊരു അച്ഛനും ആഗ്രഹിക്കുന്നല്ലേ. മഹാഭാരത യുദ്ധത്തില് എതിർവശത്ത് സ്വന്തം അമ്മാവനായ ഭീഷ്മരെ കണ്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന അർജുനന്റെ അടുക്കലേ കൃഷ്ണൻ പറഞ്ഞത് എന്തുവാ? യുദ്ധത്തില് ശങ്കിച്ചു നിന്നുകൂടാ, അമ്പെയ്യാൻ തീരുമാനിച്ച ആ നിമിഷം എതിരിക്കണമെന്ന. അതിന്റെ അർത്ഥം എന്തുവാ? സ്വന്തം അമ്മാവന്റെ തലവെട്ടി അങ്ങോട്ട് മാറ്റണമെന്നൊന്നുമല്ല. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ ഒരു സെക്കൻഡ് പോലും വൈകരുതെന്ന. എടാ, നീ ഇപ്പൊ ഏതായാലും ആ പൗർണമി ഒന്ന് പോയി കാണ. എന്നിട്ടേ ബിസിനസ് ചെയ്യാൻ സമ്മതമാണെന്ന് അങ്ങ് പറ.